നമസ്കാരം, ഞാൻ unniaizel. വെൽക്കം ടു Kezi കുക്കിംഗ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കിഴി പൊറോട്ടയും. കിഴി പൊറോട്ട തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്, കേരളത്തിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാം. പക്ഷെ അത് ഒരു ഭയങ്കര ഒരു ഐറ്റമാണ്. നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ സംഭവം അടിപൊളിയാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് കിഴി പൊറോട്ട ഉണ്ടാക്കാം. അപ്പോൾ അതിക്ക് മുമ്പ് ഞാൻ നിങ്ങളൊരാളെ പരിചയപ്പെടുത്തി തരാം. ഇത് പുള്ളിയുടെ പേരാണ് വിനോദ് കുമ്പളങ്ങി. ഇങ്ങൊരു നമുക്ക് എനിക്കൊരു ടീഷർട്ട് Kezi എന്ന് പറഞ്ഞ് അടിച്ചു കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നില്ല, ഓർമ്മയുണ്ടോ പഴയ വീഡിയോയിൽ? അതല്ല, പുള്ളി നമ്മുടെ Keziയുടെ സ്ഥാപക ഒരു ഇതിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ പുള്ളി ഇതൊക്കെ കഴിഞ്ഞ് ആന്ധ്രയിൽ ആണ് പുള്ളിക്ക് ജോലി. അപ്പോൾ പുള്ളി പോവും, അപ്പോൾ ഇടയ്ക്കൊക്കെ വരുള്ളൂ. അപ്പോൾ പുള്ളിക്ക് അവിടെ ഇരുന്ന് നൊസ്റ്റാൾജിയൊക്കെ അടിച്ച് പ്രാന്തായി ഒരു കണക്കിന് ഓടിച്ചാടി പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പുള്ളി നമ്മളോട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പുള്ളിക്ക് കിഴി പൊറോട്ട ഉണ്ടാക്കി കൊടുക്കാം. തീർന്നല്ലേ കീറി? അപ്പോൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാറാസിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സാറാസിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കിട്ടും, അത് ഉപയോഗിച്ച് ചെയ്താൽ മതി. കുറച്ച് സവാള ഇടുന്നുണ്ട്. അപ്പോൾ സവാള വാടാനായിട്ട് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള വാടി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് പച്ചമുളകും വേപ്പിലയും കൂടി അങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. നമ്മളൊരു 2 കിലോ ഇറച്ചിയോളം ഉണ്ട്. അപ്പോൾ കുറച്ച് അധികം സാധനങ്ങൾ വേണ്ടി വരും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സർവ്വസൂചിയെല്ലാം കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് വാടി കിട്ടും. അപ്പോൾ നമ്മുടെ സവാള വാടി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നമ്മുടെ സാറാസിൻ്റെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. മല്ലിപ്പൊടി ഒന്ന് മൂപ്പിച്ചിട്ട് വേണം സംഭവം ബാക്കി പൊടികളൊക്കെ ഒന്ന് ഇടാനായിട്ട്, അല്ലെങ്കിൽ മൂത്തു. അപ്പം മല്ലിപ്പൊടി അങ്ങോട്ട് മൂത്ത് മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലായിട്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മസാലപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് നമ്മുടെ സാറാസിൻ്റെ മീറ്റ് മസാല ഇട്ടാൽ കുറച്ച് പ്രത്യേക ടേസ്റ്റ് കിട്ടും, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇതൊന്നുകൂടെ നല്ലോണം മൂപ്പിച്ചെടുക്കാം എല്ലാം കൂടി. കുറച്ച് തക്കാളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇത് കണ്ടോ, ഇത് നമ്മൾ ബീഫ് വേവിച്ച വെള്ളമാണ്, അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. മസാല കരിഞ്ഞു പോകാണ്ടിരിക്കാനൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മസാലയുടെ മൂടൊക്കെ ഇങ്ങോട്ട് മാറി കേട്ടോ. അവൻ വേറൊരു ഷേപ്പായിട്ടുണ്ട്. നമ്മൾ ഇത്തിരി ഉപ്പുണ്ടോയെന്ന് നോക്കിക്കോട്ടെ, ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിടാം. നോക്കി ഉണ്ടോ? പൊളിയാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ബീഫ് ഇടുന്നുണ്ടോ. ബീഫ് നമ്മൾ വേവിച്ചെടുത്താണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നല്ല കറക്റ്റായിട്ടുണ്ട്. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ബീഫ് കറി അങ്ങോട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവനെ അങ്ങോട്ട് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കിഴി പൊറോട്ട ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം.
അപ്പോൾ അതേ നമ്മൾ വാഴയില എണ്ണ ഒഴിച്ച് വാട്ടിയെടുത്തിട്ടുണ്ട്, എങ്കിലും നമുക്ക് മടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പൊറോട്ട വാങ്ങിച്ചിട്ട് വന്നു. പൊറോട്ട ഉണ്ടാക്കലൊക്കെ പണിയാണല്ലോ. അപ്പോൾ പൊറോട്ട വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. പൊറോട്ടയും ബീഫുമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യണം. ശരിക്കും ചിക്കനും നമുക്ക് ഇതിനകത്ത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബീഫ് കറി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിഴി കെട്ടാനുള്ള പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മൾ കിഴി കെട്ടാൻ വേണ്ടിയാണ്. അപ്പം നല്ല അടിച്ച പൊറോട്ട മേടിക്കണം. അടിച്ച പൊറോട്ട ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ ബീഫ് കറി, ഇറച്ചിക്കറി അങ്ങനെ പറയണം, ഇറച്ചിക്കറി അതിൻ്റെ പുറത്തേക്ക് ഇടുക. അപ്പം കുറച്ചും കൂടി ചാറിലെടുക്കണം ഇവൻ. അതായത് നമ്മളുടെ ഈ ഒരു വികാരം മറ്റൊരു വികാരം അങ്ങനെയാണല്ലോ ബീഫും പൊറോട്ടയും. പിന്നെ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയില, സവാള ഇടുക. പിന്നെ നമ്മുടെ പൊറോട്ട ഒരെണ്ണം അതിൻ്റെ മുകളിലേക്ക് വെക്കുക. പിന്നെ കുറച്ച് നമ്മുടെ ഇറച്ചിക്കറി അതിൻ്റെ മുകളിലേക്ക് ഇടുക. കുറച്ചും കൂടി ഗ്രേവി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഗ്രേവി കുറച്ച് നമ്മുടെ വറ്റിപ്പോയി. പിന്നെ ഇതങ്ങോട്ട് മടക്കുക. വേണ്ട ഓക്കെ, മടക്കുമ്പോൾ ഇവനങ്ങോട്ട് കൂമ്പി അങ്ങോട്ട് പോകും. വേണ്ട അവനങ്ങോട്ട് മടക്കുക. നല്ലോണം അങ്ങനെ മടക്കിയിട്ട് കിഴി പോലെ അങ്ങോട്ട് കെട്ടുക. കിഴി കെട്ടാനൊക്കെ നമ്മൾ പുറത്തുനിന്ന് ആളെ ഇറക്കിയിട്ടുണ്ട്. എന്തെങ്കിലും പറയുന്നു. പഴയ ജന്മിയാ, കിഴിയിട്ട് നല്ല പ്രാക്ടീസ് ഉണ്ട്. പണ്ട് കുറെ കിഴി കൊടുത്തിട്ടുണ്ട്. പൊറോട്ട ഇരിക്കുന്ന കുറച്ച് നേരമായി, അതാണ്ട് ഒരു ഭംഗിയില്ല. പിന്നെ കുറച്ച് കറിയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഇതേ നമ്മളെ കിഴി പൊറോട്ട നമ്മൾ 6 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടപ്പയിലായിട്ട് കയറ്റാം. നമ്മളിത് പൊള്ളിക്കാനാണ് കിഴി പൊറോട്ട പൊള്ളിച്ചത്. അപ്പോൾ നമ്മളൊരു ഇരുമ്പ് ചട്ടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മീൻ വറുക്കാനും എല്ലാത്തിനും ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. 500 രൂപ ഇരുമ്പിൻ്റെ വില, 500 രൂപ ചില്ലറ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നോൺ സ്റ്റിക്ക് ഒന്നും വേണ്ട, ഇതിൻ്റെ അകത്ത് പണി നടത്താം. നമ്മുടെ കിഴിയൊക്കെ പതിക്കാനായിട്ട് കയറ്റുന്നുണ്ട്. അടി കരിഞ്ഞുകൊണ്ടിരിക്കാനാണ് നമ്മൾ വാഴ വെച്ചത്. പെട്ടെന്ന് അടി കരിഞ്ഞുമില്ല. ഇനി ഇതിൻ്റെ പുറത്ത് പുക പോകാണ്ടിരിക്കാനായിട്ട് ആവി കിട്ടാൻ വേണ്ടി കുറച്ച് വാഴ ഇട്ടങ്ങോട്ട് മൂടാം. അപ്പോൾ ആവി പുറത്തായിട്ട് പോകാണ്ടിരിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അടിയിൽ നിന്ന് പതുക്കെ കത്തിച്ചു കൊടുക്കാം. ഒരു 15 മിനിറ്റ് ഇരുന്നാൽ ഓക്കെ. അതെ, നമ്മളെ ലീഫ് പൊറോട്ട റെഡിയാണെന്ന് തോന്നാൻ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സംഭവം വാഴയിലേക്ക് ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട്. അടിപൊളി. വാഴ നല്ലോണം വാടിയിട്ടുണ്ട്. ഇത് കണ്ട, നല്ലോണം വാഴ വാടിയിട്ടുണ്ട്. അപ്പോൾ ആ വാഴയുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഫ്ലേവറൊക്കെ ശരിക്കും ഇതിന് പിടിച്ചിട്ടുണ്ടാവും. നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കഴിക്കാം. ആ ചൂട് അങ്ങനെ നിൽക്കുന്നതാ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കിഴി എടുത്ത് കഴിക്കാൻ വേണ്ടി പോവാണ്. കെട്ടിയെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ അടുത്ത് തുറന്നു പയ്യെ കെട്ടഴിച്ചിട്ട് അതിനകത്ത് തുറക്കാം. അടുത്തേക്കോ. എൻ്റെ പൊന്നെ, പൊള്ളിയായിട്ടുണ്ടടാ. ഇത് കണ്ടോ,
അപ്പോൾ ആ പൊറോട്ടയുടെ ഇത് മുകളിൽ നിന്നും താഴത്തു നിന്നും അങ്ങോട്ട് പിടിച്ചിട്ട് ഇത് കണ്ട പൊറോട്ട ശരിക്കും 2 ലെയറായിട്ട് ഇങ്ങനെ മടങ്ങി ഇരിപ്പുണ്ട്. ഇറച്ചിക്കറിയിലിട്ട് പുരട്ടിയാൽ ഇതേപോലെ കിട്ടൂലെന്ന് ചോദിക്കരുത്. പക്ഷേ കിഴി പൊറോട്ടയ്ക്ക് നമുക്ക് വാഴയുടെ നല്ല ഫ്ലേവറും മണമൊക്കെ കിട്ടും. ചോദിക്കണ മുമ്പ് തന്നെ തുറന്നു കഴിഞ്ഞു. തുറക്ക് പൊറോട്ട തുറന്നാൽ അടിപൊളി. നല്ല ചൂടാണ്ട്. ശരിക്കും ഈ പൊറോട്ടയുടെ ആദ്യത്തെ ലെയറിനേക്കാളും ടേസ്റ്റ് ചെയ്തണ്ട 2ാമത്തെ ലെയറായിരിക്കും. കാര്യം നമ്മൾ ഇതിൻ്റെ അടിയിൽ നല്ല ചൂട് മല്ലിയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതണ്ട ഈ ലെയറിനായിരിക്കും നല്ല കിടിലൻ ടേസ്റ്റ്. കിഴി പൊറോട്ടയിൽ നിന്ന് പൊറോട്ട കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഒരു ഇറച്ചി കഷ്ണം ഇങ്ങനെ എടുത്ത് കയ്യിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് വേണ്ട അടിപൊളിയാട്ടാ കഴിക്കാൻ. മൂളം കണ്ടെടുത്തി ആ കിഴി പൊറോട്ട പൊളിയായിട്ടുണ്ട്. അത് എനിക്ക് ഇത് കണ്ടുകഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റുമോ? ഞാൻ കഴിക്കാനല്ല, ചുമ്മാ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഇത് കിഴി പൊറോട്ട. പുള്ളിയൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല. എന്തെങ്കിലും ഒന്ന് പറ. അടിപൊളിയാണ്, സൂപ്പർ. കൈപുണ്യം കൈ പൊള്ളിയതാണ്. കൈ പൊള്ളിയല്ലടാ. നമ്മളിത് പൊള്ളിക്കാനാണ് കിഴി പൊറോട്ട പൊള്ളിച്ചത്. തുടങ്ങിയപ്പോ വേറെ ആണല്ലോ പറഞ്ഞു. മറ്റേതിട്ടാണല്ലോ അപ്പൊ പൊള്ളിച്ചെന്ന് പറയണം. പെട്ടെന്ന് തന്നെ ഐഡിയകളാണ്. ഒരു പൊറോട്ട ബാക്കിയല്ലേ? അതെ, ഒരാള് ഇറച്ചിക്കറി ബാക്കിയുണ്ട. എല്ലാ കാര്യം പറയും കിഴി പൊറോട്ട കരിച്ചത്. നല്ല ചൂടാണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയണം കേട്ടാ. ഞാൻ മാത്രം പറഞ്ഞു. ഈ ഉണ്ണി പറഞ്ഞു പഠിപ്പിച്ചേക്കണ കാര്യങ്ങളൊക്കെ പറ. കിട്ടണ കണക്കിനാ പുറത്ത് പറയാ.